പത്തനംതിട്ട ജില്ലയുടെ പിതാവായ മുൻ സാമാജികൻ കുളപ്പുരയ്ക്കൽ കരുണാകരൻ നായർ എന്ന കെ നായർ വിടവാങ്ങിയിട്ട് ഫെബ്രുവരി 7-ന് 13 വർഷം തികയുന്നു. പുരയ്ക്കൽ അജിത് കുമാർ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരമധ്യത്തിലെ ഒരു വലിയൊരു തറവാടിന് മുമ്പിലാണ്. പുതുതലമുറയ്ക്ക് ഈ തറവാട് അറിയത്തില്ലായിരിക്കാം. കുളപ്പുരയ്ക്കൽ കരുണാകരൻ നായർ എന്ന കെ നായർ ജന്മം എടുത്ത ഈ തറവാടാണ് പത്തനംതിട്ട നഗരമധ്യത്തിൽ. ജൻസി തലമുറയ്ക്ക് കുളപ്പുരയ്ക്കൽ കരുണാകരൻ നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കാം. എനിക്ക് പിന്നീടുള്ള ഒരു തലമുറ, അതായത് മന്ത്രിസ്ഥാനം വേണോ ജില്ല വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ജില്ല മതി എന്ന് പറഞ്ഞ കഴിഞ്ഞ 36 വർഷം പത്തനംതിട്ടയെ പ്രതിനിധീകരിച്ച ഒരു സാമാജികനാണ് കെ നായർ. അദ്ദേഹത്തോടൊപ്പം ദീർഘകാലം സന്തത സഹചാരിയും അദ്ദേഹത്തിൻ്റെ എല്ലാമായ പുത്തൻപുരയ്ക്കൽ അജിത് കുമാറാണ് അദ്ദേഹത്തിൻ്റെ 13ാമത്തെ ചരമവാർഷ ഓർമ്മ ദിനത്തിൽ കെ നായർ എന്ന മഹാപ്രതിഭയെ അല്ലെങ്കിൽ പത്തനംതിട്ടയ്ക്ക് ജന്മം നൽകിയ മുൻ MLA ഓർത്തെടുക്കുന്നത്. എങ്ങനെയായിരുന്നു അയത്തേട്ട ആ കാലഘട്ടങ്ങളൊക്കെ? ഒരുപക്ഷെ പത്തനംതിട്ടയുടെ ചരിത്രം കൂടിയായിരിക്കും. പത്തനംതിട്ടയുടെ ചരിത്രം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ദീർഘകാലം ഒരു സന്തത സഹചാരിയായി പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പഴയ ആൾക്കാർക്ക് അറിയാവുന്ന പോലെ എനിക്ക് അത്ര അറിയത്തില്ലെങ്കിൽ പോലും പത്തനംതിട്ട ജില്ലയുണ്ടാകുമ്പോഴൊക്കെ അതിൻ്റെയൊക്കെ ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം പല രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടുകൂടി മത്സരിക്കാനും അതിൽ വിജയം കൊയ്യാനും പരാജയപ്പെടാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വതന്ത്രനായി നിന്ന് ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ സ്വതന്ത്രനായി നിന്ന് അദ്ദേഹം മത്സരരംഗത്ത് വരികയും ആ കാലഘട്ടത്തിൽ സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിച്ച് 70 എന്നുള്ള ആ ഒരു ബലാബല ഘട്ടത്തിൽ കെ നായർ സാറ് എവിടെ നിൽക്കുന്നു, ആ ഒരു സ്വതന്ത്രൻ എവിടെ നിൽക്കുന്നു, അവിടെ മന്ത്രിസഭ എന്നുള്ളൊരു വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കെ നായർ സാറിൻ്റെ വോട്ട് നിർണായകമായിരുന്നു അന്നത്തെ കാലത്ത്. തീർച്ചയായിട്ടും പത്തനംതിട്ട ജില്ല ഉൾപ്പെടെ വലിയ വാഗ്ദാനങ്ങൾ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തപ്പോഴും ആ വലിയ മനുഷ്യൻ പറഞ്ഞത്, എൻ്റെ ഒരു ആശയം ഞാൻ പറയുകയാണ്, പത്തനംതിട്ട ജില്ല എന്നുള്ള ഒരു സങ്കല്പം എൻ്റെ മനസ്സിലുണ്ട്. പത്തനംതിട്ട ഈ മലയോര പ്രദേശമായ ജില്ലാസ്ഥാനമാക്കി കിട്ടുകയാണെങ്കിൽ ആര് അതിന് പിന്തുണ തരുന്നോ അവർക്ക് ഞാൻ പിന്തുണ തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഇപ്പോൾ പ്രത്യേകിച്ച് അയത്തേട്ട ഇപ്പം നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. കാരണം ഒരു മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ അതുപോലെ ഗവർണറോ അങ്ങനെയൊക്കെ ഉള്ളതിന് വേണ്ടി പരക്കം പായുന്ന വർത്തമാനകാല രാഷ്ട്രീയമാണ്. അപ്പോൾ എങ്ങനെയാണ് തൻ്റെ നാടിനോട് ഇത്രയധികം പ്രതിപത്തി? എങ്ങനെയാണ് അദ്ദേഹം വലിയ ദീർഘവീക്ഷണമുള്ളൊരു മനുഷ്യനാകുന്നു. വലിയ ദീർഘവീക്ഷണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് കുറേ കാലം സഹകരിക്കാനും അദ്ദേഹത്തിനോട് യാത്ര ചെയ്യാനും പറ്റിയ ആ സന്ദർഭവേളയിലാണ് കെ നായർ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയെ ആരായിരുന്നു എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠ. അത് വലിയൊരു സംഭവമാണ്. ആ കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് 5 മണിക്കൊരു പൊതുയോഗം ഉണ്ടെങ്കിൽ 4:45 അദ്ദേഹം ഒറ്റയ്ക്കാണെങ്കിലും ആ സ്റ്റേജിൽ വന്നിരിക്കും. അതിനുശേഷമാണ് പഞ്ചായത്ത് മെമ്പറാണെങ്കിലും അതുപോലെയുള്ള പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നേതാക്കന്മാർ അവിടെ വരികയും എല്ലാം ചെയ്യുന്നു. അയത്തേട്ടൻ പറഞ്ഞ ഒത്തിരിയധികം വായിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന അയത്തേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഹോബി എന്ന് പറഞ്ഞാൽ ടൈപ്പിങ്ങും വായനയാണ്. പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ വല്ലതും പറയുകയോ എടുക്കുകയോ വല്ലതും ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതിനൊന്നും മറുപടി കൊടുക്കാൻ പോകരുത്. നമ്മുടെ ഈ ചെവിക്കകത്തൂടെ കേട്ട് ചെവിക്ക് മറിയവി കൂടെ കളഞ്ഞേക്കണം. ചിരിച്ച മുഖത്തോട് തന്നെ. അദ്ദേഹം വായനയിൽ കൂടുതൽ എപ്പോഴും വായനയാണ് അദ്ദേഹത്തിൻ്റെ ഇതിലൊരു ക്വാളിറ്റി എന്ന വായന. എപ്പോൾ വന്നാലും വായന. പിന്നെ നമ്മുടെ മറ്റുള്ള സ്ഥലങ്ങളെ കുറിച്ചോ നമ്മുടെ ജില്ല വിട്ട് പത്തനംതിട്ട വിട്ടുള്ള പ്രദേശങ്ങളെക്കുറിച്ചോ അദ്ദേഹം ചിന്തിക്കാറില്ല. അദ്ദേഹത്തിന് എന്നുമുള്ള ഓർമ്മയിൽ
പത്തനംതിട്ട അന്ന് കിട്ടിയ ആ വീണ സന്ദർഭം അദ്ദേഹം പത്തനംതിട്ടയ്ക്ക് വേണ്ടി പ്രത്യേക പരിഗണന കൊടുത്തു. അദ്ദേഹത്തിൻ്റെ സമയം നല്ലതായതുകൊണ്ട് ജില്ല കിട്ടാനും അങ്ങനെ 1980 അദ്ദേഹം ജില്ലയുമായി മുമ്പോട്ട് പോയി. ആ സമയത്ത് തന്നെ ഒരു 6 മാസം തികയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആ മന്ത്രിസഭ എന്ന നിലം പതിക്കുകയും പിന്നെ അതൊക്കെ ഒരു ചരിത്രമാണ്. ജോലപ്പനമ്പാടൻ കാലുമാറി അങ്ങനെ മന്ത്രിസഭ പോവുകയും മന്ത്രിസഭ പിരിച്ചുവിടുകയും തെരഞ്ഞെടുപ്പ് വരികയും അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നിയമസഭാജീകനാകുകയും വീണ്ടും MLA എന്ന ജില്ല എന്ന ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാനും സാധിച്ചു. ചേട്ടാ, ഇപ്പൊ ഈ കാലഘട്ടത്തിലെയോ 36 വർഷം MLA ആകുമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്. അത് എങ്ങനെയാണ് ഈ ജനങ്ങൾ അദ്ദേഹത്തെ എതിരില്ലാതെ വിജയിപ്പിക്കുന്നത്? അത് രാഷ്ട്രീയം വരാൻ തെരഞ്ഞെടുപ്പ് വരാൻ പോകില്ലേ? ഈ പുതുതലമുറകൾക്ക് ഇത് പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാകത്തില്ല. അന്ന് വ്യക്തിബന്ധങ്ങൾക്ക് കൂടുതൽ വില കൽപ്പിച്ചു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. രാഷ്ട്രീയത്തിലുപരി വ്യക്തിബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് അദ്ദേഹം ഏത് പാർട്ടിയിലായിരുന്നെങ്കിലും പോലും മറ്റേ UDF നിന്നാണെങ്കിലും LDF നിന്നാണെങ്കിലും മറ്റിതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നാണെങ്കിലും അദ്ദേഹം പഠിപ്പിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് തൊട്ടുണ്ടായിരുന്നു. പൈനിയർ കോളേജ് എന്ന് പറയും. പഠിപ്പിച്ചു വിട്ട ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, അവരുടെ കുടുംബാംഗങ്ങൾ, അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ടാകും. അങ്ങനെ സത്യസന്ധമായ രീതിയിൽ ആൾക്കാർ വിലയിരുത്തിയപ്പോൾ KK നായർ എന്ന് പറഞ്ഞാൽ 3 അക്ഷരമാണ് അവരെ വലിയവരാക്കി. സാറിനെ ഇത്രയും വലിയതാണ്. പിന്നെ കാലം മാറി മറിഞ്ഞു വന്നപ്പോൾ സ്വന്തമായിട്ട് നിൽക്കേണ്ട ഒരു കാലഘട്ടം വന്നു. ആ സമയത്ത് അദ്ദേഹം സ്വന്തമായിട്ട് മത്സരിച്ചു, പരാജയപ്പെടുകയൊക്കെ ചെയ്തു. എങ്കിൽ പോലും ഇപ്പോൾ നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ കൊല്ലം അല്ലെങ്കിൽ ആലപ്പുഴ മറ്റുള്ള ജില്ലകൾ, നമ്മുടെ കൊല്ലത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊല്ലത്തൊക്കെ പോകേണ്ട പല ഓഫീസുകളും നമുക്ക് സാധിക്കേണ്ട പല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ കൊല്ലത്ത് പോകേണ്ടതാണ്. കൊല്ലത്ത് പോകാതെ തന്നെ പത്തനംതിട്ട ഈ ജില്ല ഉള്ളിടത്തോളം കാലം, ഈ ഭൂപ്രദേശം ഉള്ളിടത്തോളം കാലം എന്നും KK നായർ സാറിൻ്റെ ആ പേര് ഓർമ്മ നിലനിൽക്കും. അത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ തന്നെ തുടർന്ന് UDF LDF ഒക്കെ പത്തനംതിട്ട നമ്മുടെ സംസ്ഥാനം ഭരിക്കുക എല്ലാം ഒക്കെ ചെയ്തു. പക്ഷെങ്കിൽ പലരും പറയുന്നുണ്ട് KK നായർ തുടങ്ങി വെച്ചതിന്റെ പിന്തുടർച്ചയാണ് തുടർന്ന് വന്നിട്ടുള്ള എല്ലാ സർക്കാരുകളും അല്ലെങ്കിൽ അവരെല്ലാവരും പിന്തുടർന്നു കൊണ്ടുപോയത്. അതിനോട് എങ്ങനെയാണ് KK നായർ സാറിന്റെ പാത പിന്തുടർന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ. വികസന പ്രവർത്തനങ്ങളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. മാറി മറിഞ്ഞു വരുന്ന സർക്കാരിന്റെ കയ്യൊപ്പ് പത്തനംതിട്ടയ്ക്ക് ഒരുപാടുണ്ട്. പിന്നെ അതിനുശേഷം വന്ന നമ്മുടെ പത്തനംതിട്ട നഗരസഭ പഞ്ചായത്തായിരുന്ന കാലം മുതൽ പഞ്ചായത്ത് മാറി മുനിസിപ്പാലിറ്റി ആയി. പഞ്ചായത്ത് മാറി മുനിസിപ്പാലിറ്റി ആയപ്പോഴേക്ക് നമ്മുടെ ജില്ലയായതുകൊണ്ടാണ് പത്തനംതിട്ട പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഒക്കെ ആയത്. പിന്നെ മുനിസിപ്പാലിറ്റിയിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ നമ്മൾ കാണാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് പത്തനംതിട്ട ഉണ്ടായിട്ടുള്ളത്. വളർച്ച KK നായർ സാറിന്റെ പേരിലുള്ള ഒരു നാമധേയത്തിലുള്ള സ്റ്റേഡിയം തീർച്ചയായിട്ടും അതിന്റെ നവീകരണം, ഇതിന്റെ പുനർനിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പത്തനംതിട്ട ടൗൺ സ്ക്വയർ, അതൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ വലിയൊരു ഓർമ്മകളായിട്ട് സാറിന്റെ പ്രതിമ ഉൾപ്പെടെ ഇവിടെ നിൽക്കുന്നത് ആ സാറിനുള്ള ബഹുമാന സൂചകമായി ഇപ്പോഴും അത് നിലനിൽക്കുന്നു. സാറുള്ളിടത്തോളം നമ്മൾ ഈ തലമുറ ഉള്ളിടത്തോളം കാലം അത് വരും തലമുറകളാണെങ്കിൽ പോലും അവരത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകും. തർക്കമില്ലാത്ത കാര്യം. ഈ 13ാം ചരമവാർഷികത്തിലെ എന്തൊക്കെ പരിപാടികളാണ് നിങ്ങൾ കുടുംബാംഗങ്ങളും അന്നത്തെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവരുടെ ആ കൂട്ടായ്മ ഉണ്ടല്ലോ, അവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ KK നായർ ഫൗണ്ടേഷൻ എന്നൊരു ഫൗണ്ടേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ആ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ അന്നേ ദിവസം രാവിലെ സാറിൻ്റെ ടൗൺ സ്ക്വയറിലുള്ള സാറിൻ്റെ പ്രതിമയുടെ മുന്നിൽ പുഷ്പാർച്ചന, വൈകിട്ട് പൊതുയോഗം, അങ്ങനെയുള്ള പരിപാടികൾ മാത്രമല്ല. അല്ലാതെ പ്രത്യേകിച്ച് സാറിന് ഈ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും വലിയ താല്പര്യമില്ലാത്ത ഒരു കൂട്ടത്തിലാണ് സാറ്. മാധ്യമങ്ങൾക്ക് മുന്നേ മുഖം കൊടുക്കില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു വലിയൊരു മനുഷ്യനായിരുന്നു. പത്തനംതിട്ട ജില്ല ഉള്ളിടത്തോളം കാലം KK നായർ എന്ന് പറഞ്ഞ ആ നിയമ സാമാജികന്റെ മുമ്പിലാണ് ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പം ദീർഘകാലം സതീർത്ഥനായി കൂടെ സഹകരിച്ചിട്ടുള്ള അജിത് കുമാർ തൻ്റെ ഓർമ്മകൾ ഈ 13ാം ചരമവാർഷികത്തിലും ഓർക്കുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി പത്തനംതിട്ടയിൽ നിന്നും ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ.